മക്കളെ, വെൽക്കം ബാക്ക് ടു സാലും ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം മിഥിലാമസാട്. സോ നമ്മുടെ NMMSന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എവിടെ വരെ ആയി? എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടോ? അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും തന്നെ സമയം പാഴാക്കാതെ നമുക്ക് വേഗം തന്നെ ചോദ്യത്തിലേക്ക് കടക്കാം. സോ ആർ യു റെഡി? യെസ്, നിങ്ങൾ ഓൾവേസ് റെഡിയാണ് അല്ലേ? എന്തായാലും ഒന്നാമത്തെ ചോദ്യം, the difference in the boiling points of components of a liquid mixture X. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് മിക്സ്ചർ നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഒരു ദ്രാവക മിശ്രിതമുണ്ട്. അയാളുടെ കമ്പോണൻസ് ഘടകങ്ങളുടെ തിളനിലയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 7 ഡിഗ്രി സെൽഷ്യസും മറ്റേ ആൾ 35 ഡിഗ്രി സെൽഷ്യസുമാണ്. വിച്ച് മെത്തേഡ് ഈസ് യൂസ് ടു സെപ്പറേറ്റ് എക്സ് ആൻഡ് വൈ? അതായത് മക്കളെ ഒന്നുമില്ല, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മിശ്രിതത്തിൻ്റെ ഒരു ലിക്വിഡ് മിക്സ്ചർ, ഒരു ദ്രാവക മിശ്രിതം തന്നിട്ടുണ്ട്. അത് എക്സ് വൈ രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, സോറി, എക്സ് എന്ന് പറയുന്ന ഇതിലെ വ്യത്യാസം എന്ന് പറയുന്നത് 7 ഡിഗ്രി സെൽഷ്യസും വൈ എന്ന് പറയുന്ന ഘടകങ്ങളുടെ തിളനിലയിലെ വ്യത്യാസം 35 ഡിഗ്രി സെൽഷ്യസുമാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ലിക്വിഡ് മിക്സ്ചേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, എക്സും വൈയും ഉണ്ട്. എക്സിലെ കമ്പോണൻസ് തമ്മിലുള്ള വ്യത്യാസമാണ് 5 ഡിഗ്രി സെൽഷ്യസ്. വൈയുടെ കമ്പോണൻസ് തമ്മിലുള്ള വ്യത്യാസമാണ് 35 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എക്സ് വൈ ഇവർ രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ, ഒരു മിക്സ്ചറിലെ കമ്പോണൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ബോയിലിംഗ് പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, സ്വേദനം, ആംശിക സ്വേദനം ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഒരു കോമ്പൗണ്ടിലെ കമ്പോണൻസിന്റെ ബോയിലിംഗ് പോയിന്റിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റിലേഷനും, സ്മോൾ ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും ഉപയോഗിക്കാം. അതായത് ഒരു സംയുക്തത്തിലെ ഘടകങ്ങളുടെ തിളനില തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് സ്വേദനവും, നേരിയ വ്യത്യാസം, വളരെ ചെറിയ വ്യത്യാസം മാത്രമാണ് ഉള്ളതെങ്കിൽ ആംശിക സ്വേദനവും ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പം എക്സിലെ കമ്പോണൻസിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 5 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? വളരെ ചെറിയ വ്യത്യാസം, നേരിയ വ്യത്യാസം മാത്രമാണ് ഇവരുടെ ബോയിലിംഗ് പോയിന്റിൽ കാണാൻ സാധിക്കുന്നത്. സോ ഇവിടെ കമ്പോണൻസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ആംശിക സ്വേദനം ഉപയോഗിക്കാം. ഇനി വൈ എടുത്താൽ അതിലെ കമ്പോണൻസിന്റെ ബോയിലിംഗ് പോയിന്റ് തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ട് അല്ലെ? അവിടെ തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ട്. അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം ഉപയോഗിക്കാം. സോ എക്സ് എന്ന് പറയുന്നത് ആംശിക സ്വേദനം, വൈ നോർമൽ ഡിസ്റ്റിലേഷൻ, സിമ്പിൾ ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അപ്പോൾ ബോയിലിംഗ് പോയിന്റിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഡിസ്റ്റിലേഷൻ, സ്മോൾ ഡിഫറൻസ് ആണെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അത് ഓർത്ത് വെക്കാം കേട്ടോ. തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ സ്വേദനം, നേരിയ വ്യത്യാസമാണെങ്കിൽ ആംശിക സ്വേദനം. അത് ഓർത്ത് വെക്കാം. അടുത്തത്, ഫൈബർ നോൺ ആസ് ആർട്ടിഫിഷ്യൽ സിൽക്ക്, കൃത്രിമ സിൽക്ക്. അപ്പം നമുക്കറിയാം സിൽക്ക്, പട്ടുനൂൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആർട്ടിഫിഷ്യൽ സിൽക്ക് അല്ലെങ്കിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്ന ഒരാളുണ്ട് മക്കളെ. ആർട്ടിഫിഷ്യൽ സിൽക്ക് അല്ലെങ്കിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് റയോൺ ആണ് കേട്ടോ. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. മാസ് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് ഡാഷ് ഇൻ ആൻ ആറ്റം. മാസ് നമ്പർ എന്നത് ഒരു ആറ്റത്തിലെ ഡാഷിന്റെ എണ്ണമാണ്. എന്താണ് മാസ് നമ്പർ? വലിയ ആളാണ് അല്ലേ? ഒരു ആറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഉപയോഗിക്കാറുണ്ട്. അറ്റോമിക് നമ്പർ അഥവാ Z എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയും. അപ്പോൾ മാസ് നമ്പർ അല്ലെങ്കിൽ എ എന്ന സിമ്പിൾ വെച്ചാണ് മാസ് നമ്പറെ സൂചിപ്പിക്കുക. മാസ് നമ്പർ എന്താണെന്നറിയോ? P+N. പി എന്ന് പറഞ്ഞാൽ ആരാ? പ്രോട്ടോൺ. N എന്ന് പറഞ്ഞാൽ ആരാ? ന്യൂട്രോൺ. അതായത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂട്ടിയാൽ കിട്ടുന്നതാണ് മാസ് നമ്പർ. ഇത് മറന്നു പോരുത് കേട്ടോ. പ്രോട്ടോണുകളുടെ എണ്ണം എടുത്താൽ നമുക്ക് അറ്റോമിക് നമ്പർ കിട്ടും. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണങ്ങളെ തമ്മിൽ കൂട്ടി നോക്കിയാൽ നമുക്ക് മാസ് നമ്പർ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് പോളിമർ ഈസ് യൂസ് ടു മേക്ക് ഇലക്ട്രിക് സ്വിച്ചസ്? ഇലക്ട്രിക് സ്വിച്ച് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏതാണെന്നാണ്. അപ്പോൾ എന്താണ് പോളിമർ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും?
നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അങ്ങോട്ട് പഠിക്കും. സോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ച് തരും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ബ്രഹ്മോസ് ബാച്ചിലേക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്തോളൂ, താഴെ കാണുന്ന നമ്പർ വഴി. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ പഠിക്കും. സോ ബേക്കലൈറ്റ് എന്ന് പറയുന്ന പോളിമറാണ് സ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്താണ്? ഫ്രം വിച്ച് നെയിം ഡിഡ് ദ സിംബൽ ഓഫ് ദി എലമെന്റ് ടിൻ ഒറിജിനേറ്റ്? മക്കളെ, ടിൻ എന്ന മൂലകത്തിന്റെ പ്രതീകം രൂപപ്പെട്ടത് ഏത് പേരിൽ നിന്നാണെന്നാണ്. അപ്പൊ ടിൻ എന്ന് പറയുന്ന എലമെന്റിന്റെ സിംബൽ എന്താണ്? പ്രതീകം എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ ആണ്. ഓക്കെ, അപ്പോ ഇതിന് സിംബൽ വന്നിട്ടുള്ളത് ഈ ടിൻ എന്ന് പറയുന്ന എലമെന്റിന്റെ ലാറ്റിൻ നെയിമിൽ നിന്നാണ് ഇതിന് സിംബൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ലാറ്റിൻ നെയിമാണ് സ്ഥാനം. സ്ഥാനം എന്ന് പറയുന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് നമ്മുടെ ടിന്നിന് ഇവിടെ സിംബൽ വന്നിട്ടുള്ളത്. റെഡി ആണോ? അപ്പോ ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇതേപോലെ ലാറ്റിൻ നെയിമിൽ നിന്ന് സിംബൽ കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്നാമതായിട്ട് പറഞ്ഞാൽ നമ്മുടെ സോഡിയം, അല്ലെ? സോഡിയം എടുത്താൽ നെട്രിയം എന്ന് പറയുന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് Na എന്ന സിംബൽ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ആളാണ് കാലിയം, ക്യാപിറ്റൽ ലെറ്റർ കെ ആണ്. സോ കാലിയം എന്ന് പറയുന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് പൊട്ടാസ്യത്തിന് കെ എന്ന സിംബൽ വന്നിട്ടുള്ളത്. ഇനി അടുത്ത ആൾ ആരാണ്? ഓർമ്മയുണ്ടോ? ഞാൻ പറയാം, ലാറ്റിൻ നെയിം പറയാം, ഒന്ന് ഓർത്തെടുത്തേ. ഫെറം. യെസ്, Fe, അയണിന്റെ സിംബൽ ആണ് അല്ലെ, ലാറ്റിൻ നെയിമിൽ നിന്നാണ്. സ്ഥാനം നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി അടുത്ത ആള് ഓറം. ഇതേതാണെന്നറിയോ? Au എന്ന സിംബലുള്ള ആള്, അതായത് നമ്മുടെ ഗോൾഡ്. അപ്പൊ ഓറം എന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് ഗോൾഡിന് ആ സിംബൽ വന്നിട്ടുള്ളത്. ഇനി അടുത്തതുണ്ട് മക്കളെ, അർജന്റം. ഏതാണ്? സിൽവർ, Ag. സിൽവറിന്റെ സിംബലാണ് Ag. അർജന്റം എന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് സിൽവറിന് ആ സിംബൽ വന്നത്. ഇനിയുണ്ട് പ്ലംബം. പ്ലംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്നറിയോ മക്കളെ? പ്ലംബം എന്ന് പറയുന്നത് നമ്മുടെ ലെഡിന്റെ ആണ്. ലെഡിന്റെ സിംബൽ എന്ന് പറയുന്നത് Pb ആണ്. അപ്പൊ പ്ലംബം എന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് ലെഡിന് ആ പേര് വന്നിട്ടുള്ളത്. ഇനിയുണ്ട് കുപ്രമുണ്ട്. കുപ്രം Cu, കോപ്പറിന്റെ സിംബലാണ്. അപ്പൊ ഇനി ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ലാറ്റിൻ നെയിമിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത സിംബൽസ് അറിയാമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ഇനി കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവും, വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് മീ, നിങ്ങളുടെ സ്വന്തം മുതലാമ, സൈനിങ് ഓഫ്. ആൻഡ് ഓൾ ദ ബെസ്റ്റ്.